നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. ഇപ്പോൾ ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നും ഹൈക്കോടതി 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. വിശദമായ വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, ഗുരുതരമായ പരാമർശമാണ് ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർഭൻ, നടിയെ ആക്രമിച്ച കേസിൽ ഈ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഈ കേസിലെ തന്നെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇട്ടത്. എന്നാൽ ഈ 6 മാസത്തിനകം ഈ കേസ് വിചാരണ പൂർത്തിയാക്കണമെന്ന ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഈ ഉത്തരവ് പിൻവലിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാറ്റം തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമർപ്പിച്ചത്. എന്നാൽ ഈ ആവശ്യത്തിൽ ഇടപെടാനാകില്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഇന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാണെന്നും കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ഈ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നായിരുന്നു ഹൈക്കോടതി ഇതിനെ വിമർശിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടിയെ ആക്രമിച്ച കേസ് വൈകിപ്പിക്കുന്നു എന്ന് പലതവണയും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാട് ആവർത്തിച്ചിരുന്നു. ദിലീപ് തന്നെ നിരവധി ഹർജികളുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും പിന്നീട് ഇതെല്ലാം തന്നെ ഈ കേസിലെ ഓരോ പ്രതികൾ നൽകുന്ന ഹർജികൾ ഈ കേസിന്റെ വിചാരണ വൈകിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടാം പ്രതിയായ മാർട്ടിൻ വീണ്ടും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. എന്തായാലും കേസിൽ ഇപ്പോൾ വനിതാ ജഡ്ജിയെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വനിതാ ജഡ്ജിയുടെ ചുമതല വഹിക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും ഇനി ഈ കേസ് കൈകാര്യം ചെയ്യുക. നിലവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. എന്നാലും അവിടെ നിന്നും അനുബന്ധ രേഖകളും കുറ്റപത്രങ്ങളും എല്ലാം തന്നെയും ഈ വനിതാ ജഡ്ജിക്ക് കൈമാറും. 21-ന് തന്നെ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഇനി വനിതാ ബെഞ്ചിലേക്ക് ഈ കേസ് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായ മാർട്ടിൻ വീണ്ടും ജാമ്യാപേക്ഷയുമായി പരിഗണിക്കുകയും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ കേസിലെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വിചാരണകൾ ഇനി വരാൻ പോകുന്നു. വനിതാ ജഡ്ജിയാണ് ഇത് കേൾക്കുന്നത്. കണ്ണൂരിലുള്ള പ്രത്യേക CBI അല്ലെങ്കിൽ NIA കോടതി ഉള്ള കെട്ടിടത്തിൽ തന്നെയാണ് ഈ ഒരു പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയും ഉള്ളത്. ഇവിടെയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം പ്രതിയായ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപ് ഇപ്പോഴും വെറും 85 ദിവസം മാത്രം ജയിലിൽ കഴിഞ്ഞ് ഇപ്പോഴും പുറത്താണ്. ഗൂഢാലോചന അടക്കം വലിയ 120B അടക്കം വലിയ ഗൂഢാലോചന അടക്കം വലിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം പ്രതിയെ താൻ ഇപ്പോഴും 2.5 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു ആവശ്യം. മാത്രമല്ല, ഈ 1ാം സാക്ഷിയും 5ാം സാക്ഷിയും അടുത്തേക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയെ എത്തിച്ചത് താനാണ്. അന്ന് ആ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആ വാഹനം ഓടിച്ചിരുന്നത് മാർട്ടിനായിരുന്നു. ഈ മാർട്ടിൻ തന്നെയായിരുന്നു ഈ നടിയെ ഇതിനെ സാക്ഷിയുടെ അടുത്ത് കൊണ്ടുവന്നതും. ഈ ഒരു സാഹചര്യത്തിൽ തന്റെ ഈ രണ്ടാം പ്രതിയെ മാർട്ടിനെ ജാമ്യം നൽകണമെന്നായിരുന്നു അന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ മാർട്ടിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിചാരണ വൈകിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 6 മാസത്തിനകം ഈ വിചാരണ പൂർത്തിയാക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ ഉത്തരവിനെതിരെയാണ് വീണ്ടും മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോഴാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും വിചാരണ എന്തിന് ഇത്തരത്തിൽ വൈകിപ്പിക്കുന്നെന്ന് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തത്. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്ന രീതിയിലായിരുന്നു ഹൈക്കോടതി വിമർശനം. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന ഒരു ഉത്തരവ് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ആവശ്യത്തിൽ ഇടപെടാനാവില്ല. ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിർഭൻ, കാര്യങ്ങൾ വ്യക്തമാണ്. സിബി, നടിയെ ആക്രമിച്ച കേസിൽ എന്തിനാണ് വിചാരണ വൈകിപ്പിക്കുന്നത് എന്നാണ് ഹൈക്കോടതിയുടെ പരാമർശം. വിശദമായ വിവരങ്ങൾ നൽകിയത് സിബിയാണ് കൊച്ചിയിൽ നിന്ന്.